സംഭവിച്ച വാർത്തകളിലേക്ക് വിശദമായി വളരെ പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അൻവർ കീഴടങ്ങി. ആരോപണ ബോംബുകളുമായി എത്തി സർക്കാരിനെയും CPIഎമ്മിനെയും ഞെട്ടിച്ച PV അൻവർ MLA ഒടുവിൽ മയപ്പെട്ടു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കടുത്ത നിലപാടിൽ നിന്ന് PV അൻവർ പിന്നോട്ടു പോയത്. ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്നും തന്റെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്നുമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ പറഞ്ഞത്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് ഇന്നലെ പറഞ്ഞ അൻവർ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം നിലപാട് മാറ്റി. P ശശിയെ മാറ്റണമോ എന്ന ചോദ്യത്തിന് അഭിപ്രായം പറയുന്നില്ല എന്നായിരുന്നു മറുപടി. തന്റെ പിന്നിൽ ദൈവം മാത്രമാണുള്ളതെന്നും അൻവർ കൂട്ടിച്ചേർത്തു. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. ആരെ മാറ്റി നിർത്തണം, ആരെ മാറ്റി നിർത്തേണ്ട എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ. അല്ല, അതൊന്നും എനിക്കറിയാം. അതിൻ്റെ നാളല്ല ഞാൻ. എൻ്റെ നെഞ്ചിൽ കൈവച്ച് എൻ്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം, എൻ്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ട ആത്മവിശ്വാസമോ ആർജവമോ ഇല്ലാത്ത ഒരു PV അൻവറിനെയാണ് നമ്മൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ കണ്ടത്. കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിച്ചിരിക്കാനാണ് സാധ്യത? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ തുടങ്ങിയവർക്കെതിരെ മൂർച്ചയുള്ള ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചതെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏതാണ്ട് 30 മിനിറ്റിനധികം സമയമെടുത്തുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ സംസാരിച്ച രീതി മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹം ഏതാണ്ട് ഈ പോരാട്ടം അതല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങിവെച്ച ആരോപണ പോരാട്ടം അത് അവസാനിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇന്ന് നൽകിയ പ്രതികരണത്തിലും അത് വ്യക്തമായിരുന്നു. അദ്ദേഹം ഇന്ന് എടുത്തു പറഞ്ഞത് ഒരു സഖാവ് എന്ന നിലയിൽ തനിക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇവിടെ അവസാനിക്കുന്നു. ഇനി അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കുക മാത്രമാണ് തനിക്ക് ചെയ്യാനുള്ളത്. അത് താൻ ചെയ്യും. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും ശ്രദ്ധയിലേക്ക് ഈ വിഷയം പെടുത്തുന്നു. അതോടുകൂടി തൻ്റെ ഉത്തരവാദിത്തം അവസാനിപ്പിക്കുന്നു. പോലീസിലെ ഒരു വിഭാഗം ആളുകൾ അത് സർക്കാരിനെയും പാർട്ടിയെയും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു. അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന നിലപാടിലേക്ക് PV അൻവർ മയപ്പെടുമ്പോൾ അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അത് പതുക്കെയെങ്കിലും നടപ്പാക്കാമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പാണോ അല്ലയോ എന്നുള്ളത് മാത്രം ഇനി അറിഞ്ഞാൽ മതി. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്നായിരുന്നു PV അൻവർ ഇന്നലെയും വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തോട് അക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആരെയും മാറ്റി നിർത്തേണ്ട കാര്യം പറയേണ്ടത് ഞാനല്ല, അത് പാർട്ടിയും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് PV അൻവർ അതിനെ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഇന്ന് ഈ ദിവസം അവസാനിക്കും മുമ്പ് ചില നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ PV അൻവർ തണുത്തു, PV അൻവറിനെ മുഖ്യമന്ത്രി ഇടപെട്ട് തണുപ്പിച്ചു എന്ന കാര്യം അങ്ങനെ ആ രീതിയിൽ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അനുജ, ശരി, ആ തരത്തിലേക്കാണ് മാധ്യമങ്ങളോട് PV അൻവർ പ്രതികരിച്ചത്. എങ്കിലും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെറും കൈയോടെ അല്ല PV അൻവറിന്റെ മടക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി പരാതി എഴുതി വാങ്ങിയതോടെ മലപ്പുറത്ത് അൻവറിന്റെ ശബ്ദത്തിന് ഇനി കരുത്ത് കൂടും. സർക്കാരിന്റെയും പാർട്ടിയുടെയും ചട്ടക്കൂടിന് പുറത്ത് കളിക്കാനിറങ്ങിയ P ശശിയെയും MR അജിത് കുമാറിനെയും നിലയ്ക്ക് നിർത്താൻ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും മതിയായ ആയുധം നൽകിയിട്ടാണ് PV അൻവറിന്റെ മടങ്ങിപ്പോക്ക്. PV അൻവർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവരുന്ന സന്ദേശങ്ങൾ ഇനി പറയും വിധമാണ്. 1. സഖാവ് എന്ന് ആവർത്തിച്ചു പറയുക വഴി പാർട്ടി ചട്ടക്കൂടിനകത്തു നിന്നാകും ഇനി തന്റെ പ്രവർത്തനമെന്ന് അൻവർ പറയുന്നു. ഒപ്പം മറ്റേതെങ്കിലും രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് താനില്ലെന്ന വ്യക്തമായ സൂചനയും നൽകുന്നു. 2. തന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്ന് പറയുക വഴി വിവാദങ്ങളുടെ നായകസ്ഥാനത്തു നിന്ന് മാറുന്നു. പകരം
പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള മുഖ്യമന്ത്രി തന്നെയാണ് നായകനെന്ന് പറയുന്നു. 3. കൂടിക്കാഴ്ചയിൽ പാർട്ടി MLA എന്ന പരിഗണന നൽകിയാണ് മുഖ്യമന്ത്രി അൻവറോട് പെരുമാറിയത്. ഇതുവഴി മലപ്പുറത്ത് നഷ്ടപ്പെട്ട സ്വാധീനം പിണറായിയുടെ പിന്തുണയോടെ അൻവർ ഉറപ്പിക്കുന്നു. 4. ഇനി പുറത്തു വെടിപൊട്ടിക്കില്ലെന്ന് അൻവർ പറഞ്ഞെങ്കിലും പുതുതായി ആരും അൻവറിന്റെ വഴി പിന്തുടരരുത് എന്ന മുൻകരുതൽ പാർട്ടി എടുക്കുന്നു. അതുകൊണ്ടാണ് അൻവർ പറയേണ്ടിയിരുന്നത് പുറത്തല്ലെന്ന് TP രാമകൃഷ്ണൻ ഇന്നു പറഞ്ഞത്. 5. AK ബാലൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ പോലീസ് നേടിയ അവാർഡുകളുടെ എണ്ണം നിരത്തിക്കൊണ്ടാണ്. ആഭ്യന്തര വകുപ്പിനെ പറ്റി ഉയർന്ന വിമർശനം ഒറ്റപ്പെട്ടതാണെന്നും വകുപ്പിനെ പറ്റിയുള്ള പാർട്ടിയുടെ നിലപാട് എന്താണെന്നും ഈ പ്രതികരണത്തിലൂടെ CPIM വ്യക്തമാക്കുന്നു. 6. അൻവറിന്റെ പരാതിയിലെ അന്വേഷണം P ശശി, MR അജിത് കുമാർ അച്യുതണ്ടിനെ നിയന്ത്രിക്കാൻ പിണറായിക്കുള്ള ആയുധമാകും. 7. P ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ MV ഗോവിന്ദന് നൽകുമെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി സമ്മേളനകാലത്ത് P ശശിക്കെതിരെയുള്ള കുറ്റപത്രമാകും പാർട്ടി സെക്രട്ടറിക്ക് അത്. ചുരുക്കത്തിൽ അൻവറിനെ ഉപയോഗിച്ച് നിലയ്ക്കു നിർത്തേണ്ടവരെ നിലയ്ക്കു നിർത്താൻ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കഴിയും. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ഭരണപക്ഷ MLAയിൽ നിന്ന് ഗുരുതര പരാതി ഉയർന്നിട്ടും ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച് സർക്കാർ. അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ അജിത് കുമാറിനെതിരായ അന്വേഷണമെന്ന് പരാമർശമില്ല. അതേസമയം അജിത് കുമാർ ഉന്നയിച്ച പരാതി അന്വേഷിക്കണമെന്ന് പ്രത്യേകം പറയുന്നുമുണ്ട്. മുഖ്യമന്ത്രി ആരോപണ വിധേയരെ ഭയക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഗുരുതര പരാതി നേരിടുന്ന MR അജിത് കുമാറിനെ പൂർണ്ണമായി സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി. പരസ്യമായി അന്വേഷണം പ്രഖ്യാപിക്കുകയും രാത്രി മണിക്കൂറുകളോളം DGPയുമായി ചർച്ച നടത്തുകയും ചെയ്തെങ്കിലും MR അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടില്ല. ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന DGPയുടെ നിർദ്ദേശം അട്ടിമറിക്കപ്പെട്ടു. ഇന്നു രാവിലെ അന്വേഷണ സംഘം രൂപീകരിച്ചിറക്കിയ ഉത്തരവിലും MR അജിത് കുമാറിന് പരുക്കേൽക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചു. PV അൻവർ ഓഗസ്റ്റ് 23 നൽകിയ പരാതിയിലും തുടർന്നുള്ള ആരോപണങ്ങളിലും സമഗ്ര അന്വേഷണം നടത്തണം എന്നത് മാത്രമാണ് ഉത്തരവിലുള്ളത്. MR അജിത് കുമാറിനെതിരെ അന്വേഷണം എന്ന് വരാതിരിക്കാൻ പ്രത്യേക കരുതൽ. അതേസമയം MR അജിത് കുമാർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താനും നിർദ്ദേശിച്ചു. ആരോപണ വിധേയരെ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ഇതിനെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നാണ്. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി നിങ്ങളെന്ന്? ആ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അഡീഷണൽ ADGP ലോ ആൻഡ് ഓർഡറിനെയും നിലനിർത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അജിത് കുമാറിനെ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും മാറ്റേണ്ടിവരും. ഇതിനാലാണ് അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകാത്തത് എന്നാണ് സൂചന. ആരോപണമുന്നയിച്ച PV അൻവർ നിലപാട് മയപ്പെടുത്തിയെങ്കിലും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷവും BJPയും ഉന്നയിക്കുന്നത്. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ PV അൻവർ MLA തുടങ്ങിയ യുദ്ധം ഇനി പ്രതിപക്ഷം ഏറ്റെടുക്കും. MLAയുടെ വെളിപ്പെടുത്തലുകളിൽ CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വീണ്ടും തൊടുത്തുവിട്ട സോളാർ ആരോപണം കത്താതെ വേണം സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ പടപ്പുറപ്പാട്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, BJP ബന്ധമെന്ന ആരോപണത്തിൽ EP ജയരാജന്റെ സ്ഥാനചലനം. സമരങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ വിഷയങ്ങൾ നിരവധി. ഇതിനിടെയാണ് അതിനേക്കാൾ മൂർച്ചയുള്ള ഒരായുധമായി ഭരണപക്ഷ MLA തന്നെ മുന്നോട്ടു വന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ PV അൻവർ MLA നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇതിനകം പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട്. എങ്കിലും എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല എന്നൊരു വിമർശനം മുന്നണിക്കുള്ളിൽ തന്നെയുണ്ട്. പ്രതിപക്ഷ സമരത്തിന്റെ ക്യാപ്റ്റനായി ഭരണപക്ഷ MLA മാറുന്നതും ക്ഷീണമായിരുന്നു. എന്നാൽ PV അൻവർ നിരുപാധികം കീഴടങ്ങിയതോടെ ആരോപണത്തിൽ ചാമ്പ്യനാവുക എന്നതാണ് UDF ലക്ഷ്യം. ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിക്കല്ലെന്ന ആരോപണം പ്രതിപക്ഷം കടുപ്പിക്കും. പോലീസ് തലപ്പത്ത് അഴിച്ചുപണി ആവശ്യപ്പെടും. വെളിപ്പെടുത്തലുകളിൽ CBI അന്വേഷണം വേണമെന്ന് ഇതിനകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നിലവിൽ പ്രഖ്യാപിച്ച അന്വേഷണം കണ്ണിൽ പൊടിയിടാനുള്ളതെന്നാണ് ആരോപണം. ആരോപണത്തിൽ നിന്ന് പുറകോട്ടുപോയ PV അൻവർ MLAയെയും കടന്നാക്രമിക്കും. ഭയപ്പെട്ട് പിന്മാറിയെന്ന വാദമുയർത്തും. ഇതിനിടയിലും സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ MR അജിത് കുമാർ ഇടപെട്ടുവെന്ന ആരോപണത്തെ കണ്ടില്ലെന്ന് നടിക്കേണ്ടി കൂടി വരും പ്രതിപക്ഷത്തിന്. 24 തിരുവനന്തപുരം.
മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്പോർട്സ് കൗൺസിൽ ഫുട്ബോൾ മൈതാനം നവീകരണത്തിനുള്ള കരാർ ക്രമക്കേടിൽ പി ശശിക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. നവീകരണത്തിന് ഈ ടെൻഡർ ക്ഷണിച്ചെങ്കിലും പി ശശിയും മകനും അഭിഭാഷകരായ കമ്പനിക്കാണ് കരാർ കിട്ടിയത്. ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഈ മാസം 3-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെ ടെൻഡർ നടപടികൾ നടക്കുന്നതിനിടയിൽ മെയ് മാസം 11-ാം തീയതി കേരള സ്പോർട്സ് കൗൺസിലും മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയും തമ്മിൽ ഈ വിഷയത്തിനകത്ത് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആ സ്ഥാപനത്തിന് എങ്ങനെയാണ് ടെൻഡറിൽ പങ്കെടുക്കാതെ ടെൻഡർ പീരീഡിൽ തന്നെ ഇങ്ങനൊരു കരാറ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, ഈ മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മുൻ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലവിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശ്രീ പി ശശിയാണ്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പൂരം കലക്കിയതാര്? തൃശൂർ പൂരം പോലീസ് കലക്കിയെന്ന പി വി അൻവറിന്റെ ആരോപണം ഏറ്റെടുത്ത് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ. പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന ആരോപണമാണ് തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറിന്റേത്. പൂരം നടത്തിപ്പിലെ വീഴ്ച സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വി എസ് സുനിൽകുമാറും തിരുവമ്പാടി ദേവസ്വവും ആവശ്യപ്പെട്ടു. CPIM-നെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയാണ് പി വി അൻവറിന്റെ ആരോപണം ഏറ്റെടുത്തുള്ള വി എസ് സുനിൽകുമാറിന്റെ പടയൊരുക്കം. പൂരം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പൂരം കലക്കിയതാരാണെന്ന അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല. ഇതിനിടയിലാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനുള്ള സുനിൽകുമാറിന്റെ രാഷ്ട്രീയ നീക്കം. ADGP MR അജിത് കുമാർ അന്വേഷിച്ച റിപ്പോർട്ടാണ് സർക്കാർ പൂഴ്ത്തിയത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. റിപ്പോർട്ട് പുറത്തു വന്നാൽ ആരെയെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതും മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് സുനിൽകുമാർ പറയുന്നത്. അജിത് കുമാർ അട്ടിമറി നടത്തിയേക്കാമെന്ന സാധ്യതയാണ് സുനിൽകുമാറിന്റെ ഈ പ്രതികരണം. പൂരത്തിൻ്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന BJP സ്ഥാനാർത്ഥി നാടകീയമായ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും. പൂരം നിർത്തിവെച്ചതോടെ സേവാഭാരതിയുടെ ആംബുലൻസിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിത വരവും വത്സൻ തില്ലങ്കേരി അടക്കമുള്ള RSS നേതാക്കൾ നേരത്തെ ക്യാമ്പ് ചെയ്തതും ഗൂഢാലോചന വെളിവാക്കുന്നുവെന്ന് വി എസ് സുനിൽകുമാർ പറയുന്നു. പൂരപ്രേമി എന്ന നിലയിൽ ചോദ്യങ്ങൾ ഉയർത്തി സർക്കാരിനുമേൽ പൂരപ്രേമികളുടെ വികാരമായ വിഷയത്തെ അവതരിപ്പിക്കാനാണ് സുനിൽകുമാർ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തിരുവമ്പാടി ദേവസ്വവും BJP തൃശൂർ ജില്ലാ നേതൃത്വവും ആവശ്യപ്പെട്ടു. 24 തൃശൂർ. ADGP MR അജിത് കുമാറിനെതിരെ CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബു. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്തിയത് ADGP MR അജിത് കുമാർ എന്ന് EJ ബാബു ആരോപിച്ചു. ജനങ്ങളെ സർക്കാരിനെതിരാക്കാൻ ADGP ശ്രമിച്ചു. പോലീസ് സന്നദ്ധ പ്രവർത്തകരുടെ ഭക്ഷണ വിതരണം തടഞ്ഞെന്നും റവന്യൂ മന്ത്രി ഇടപെട്ടതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നും EJ ബാബു പറഞ്ഞു. ഒരു ദിവസം 100 കണക്കിന് വളണ്ടിയർമാർക്ക് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരുന്ന സന്നദ്ധ പ്രവർത്തനം അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ADGPയുടെ ഒരു ഉത്തരവുണ്ടായത്. ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ജനങ്ങളും ഗവൺമെന്റിനെതിരെ തിരിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ റവന്യൂ മന്ത്രി പിറ്റേ ദിവസം വിഷയത്തിൽ ഇടപെട്ടു. ഞങ്ങൾ ഈ വിഷയം റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സ്വർണ്ണക്കടത്തിൽ PV അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ SP സുജിത് ദാസിനെതിരെ കേന്ദ്ര നടപടി വരുന്നു. മലപ്പുറം SP ആയിരുന്നപ്പോൾ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി കോടികളുടെ നികുതി നഷ്ടമുണ്ടാക്കിയെന്നാണ് കസ്റ്റംസ് ആരോപണം. സുജിത് ദാസിന് നോട്ടീസ് നൽകി നടപടി തുടങ്ങാനാണ് ആലോചന. 24 എക്സ്ക്ലൂസീവ്. സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കുമ്പോൾ നിയമവിരുദ്ധമായി സ്വർണം പിടികൂടുകയും 100-ലധികം കേസുകളിൽ സ്വർണം കടത്തിയവർക്ക് ഒരു നഷ്ടവും കൂടാതെ സ്വർണം തിരികെ കിട്ടുകയും ചെയ്ത കേസുകളിലാണ് കസ്റ്റംസ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. SP-യുടെ ഇടപെടലിലൂടെ നികുതി ഇനത്തിൽ കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടുവെന്നാണ് കസ്റ്റംസ് നിലപാട്. ചട്ടപ്രകാരം പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറണം. പലപ്പോഴായി ഇത് ലംഘിച്ചപ്പോൾ SP-യെ തന്നെ നേരിട്ട് വിവരം അറിയിച്ചു. എന്നിട്ടും സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പോലീസ് സഹായിച്ചുവെന്നാണ് കസ്റ്റംസ് പറയുന്നത്. പിടികൂടിയ സ്വർണം നിയമവിരുദ്ധമായി പോലീസ് ഉരുക്കിയതും കേസുകളിൽ തിരിച്ചടിയായി. ഇങ്ങനെ സ്വർണ്ണമൊരുക്കാൻ പോലീസിന് ആരാണ് ഫണ്ട് നൽകിയതെന്ന ചോദ്യവും കസ്റ്റംസ് ഉന്നയിക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി ഇടപെടുകയും കേന്ദ്രത്തിന് കോടികളുടെ നികുതി നഷ്ടമുണ്ടാക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നഷ്ടപ്പെടുത്തിയ തുക ഈടാക്കണമെന്നും കസ്റ്റംസ് പറയുന്നു. ഇതിനാണ്
സുജിത് ദാസിന് നോട്ടീസ് അയക്കാൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. എസ് പിയുടെ വഴിവിട്ട ഇടപാടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കരിപ്പൂർ, കൊണ്ടോട്ടി സ്റ്റേഷനുകളിൽ സുജിത് ദാസ് നിയമിച്ച ഉദ്യോഗസ്ഥരും ഈ കേസുകളിൽ നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് കേസെടുക്കുകയും കേന്ദ്ര സർക്കാരിന് കോടികളുടെ നികുതി നഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു എന്നതിൽ കസ്റ്റംസ് അന്വേഷണം കൂടി ആരംഭിച്ചതോടെ സുജിത് ദാസിനെ ഇനി എത്ര നാൾ സംസ്ഥാന സർക്കാരിന് സംരക്ഷിച്ചു നിർത്താനാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. തിരുവനന്തപുരം പാപ്പനംകോട്ട് 2 പേർ മരിച്ച തീപിടുത്തത്തിൽ ദുരൂഹത. ന്യൂ ഇന്ത്യ അഷ്വറൻസ് ജീവനക്കാരി വൈഷ്ണയാണ് മരിച്ചവരിൽ ഒരാൾ. മരിച്ച രണ്ടാമത്തെയാൾ പുരുഷനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വൈഷ്ണയുടെ ഭർത്താവ് ബിനുവിനായി പോലീസ് അന്വേഷണം നടത്തുകയാണ്. സംഭവം സബ് കളക്ടർ അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു തീപിടുത്തം. എയർ കണ്ടീഷൻ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകട സമയം സ്ഥാപനത്തിലുണ്ടായിരുന്ന ജീവനക്കാരി വൈഷ്ണയും മറ്റൊരാളും തൽക്ഷണം മരിച്ചു. സംഭവം നമ്മളൊരു സൗണ്ടും കേട്ട് പുകയും കണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും തീ പടരണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കയറി വെള്ളമൊക്കെ കോരി ഒഴിച്ച് പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ വന്ന്. 15 വർഷമായി പാപ്പനംകോട് പ്രവർത്തിക്കുന്ന ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുടെ പോർട്ടൽ ഓഫീസിലാണ് അപകടമുണ്ടായത്. വൈഷ്ണയെ കൂടാതെ മരിച്ചത് പുരുഷനാണെന്ന് തിരിച്ചറിഞ്ഞു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത നേമം പോലീസ് സംഭവത്തിൽ ദുരൂഹത സംശയിക്കുന്നു. രാവിലെ സ്ഥലത്ത് ഒരു പുരുഷനെത്തി പ്രശ്നമുണ്ടാക്കിയെന്ന് ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഭർത്താവ് ബിനുവുമായി അകൽച്ചയിലായിരുന്നു വൈഷ്ണയെന്ന് നേമം പോലീസ്. ബിനുവിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് എന്നും ബിനുവിനായി അന്വേഷണത്തിലാണെന്നും നേമം പോലീസ് പറഞ്ഞു. അല്ല, ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് AC-യുടെ വല്ലതും ബ്ലാസ്റ്റ് ആയതാണെന്ന് സംശയമുണ്ട്, അത്രേ ഉള്ളൂ. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ്. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമല്ലെന്നാണ് KSCB-യുടെ പ്രാഥമിക നിഗമനം. മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ രാജൻ, GR അനിൽ, ജില്ലാ കളക്ടർ അനുകുമാരി, സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ തുടങ്ങിയവർ അപകട സ്ഥലത്തെത്തി. തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രിമാർ പറഞ്ഞു. സാങ്കേതികമായി ഉള്ള ഇലക്ട്രിസിറ്റി ബോർഡും അതുപോലെ ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്ന് സംബന്ധിച്ചുള്ള നമുക്ക് പറയുന്നതിന് വേണ്ടി കഴിയുള്ളൂ. 2 പേരുടെ മരണത്തിനിടയാക്കിയ പാപ്പനംകോട് ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹത സംശയിക്കുകയാണ് പോലീസ്. രാവിലെ ഇവിടെ ഒരു പുരുഷനെത്തി ബഹളമുണ്ടാക്കിയിരുന്നതായി ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മരിച്ച വൈഷ്ണയുടെ ഭർത്താവ് ബിനുവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് പോലീസ്. ബിനുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പോലീസ് പറയുന്നു. വിപിൻ വേളിക്കൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.